അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ആ രാത്രിയിൽ ഷാമിലിന് ഉറക്കമേ വരുന്നില്ല. അതെ, സന്തോഷമുണ്ട് ഒരു ഭാഗത്ത്, മറുഭാഗത്ത് സങ്കടമുണ്ട്. സന്തോഷം മറ്റൊന്നുമല്ല, തൻ്റെ പ്രിയപ്പെട്ട പിതാവിൻ്റെ വിവാഹം കഴിഞ്ഞിരിക്കുന്നു. അതുമാത്രമല്ല, പിതാവ് ആഗ്രഹിച്ച ഉമ്മയെ തന്നെ ലഭിക്കുകയും ചെയ്തു. എന്നാൽ ആ ഉമ്മയുടെ കാര്യത്തിൽ സമാധാനമായി. അല്ല എങ്കിൽ ഒരുപക്ഷെ എളാമയെങ്ങാനും വന്നു കഴിഞ്ഞാൽ അവർ ഇവിടുന്ന് പടിയിറങ്ങേണ്ടി വരും. ഇനിയൊരിക്കലും അത് വേണ്ടല്ലോ. സുലേഖളാമ്മ ഇനി വന്നാൽ പോലും അതെ, ആ ഉമ്മാക്ക് ഇവിടെ ഒരു സ്ഥാനമുണ്ട്. എൻ്റെ ഉപ്പയുടെ ഭാര്യ എന്നുള്ള ആ ഒരു സ്ഥാനം, ഉമ്മ എന്നുള്ള സ്ഥാനം അലങ്കരിക്കാൻ ഏറ്റവും അനുയോജ്യയായ ഉമ്മ മാജിത്ത ഉമ്മ തന്നെയാണ്. അതെ, മാജി ഉമ്മ. ശരിക്കും മാജി ഉമ്മയെ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടവുമാണ്. അവരുടെ സ്വഭാവ ഗുണങ്ങളും അവരുടെ പെരുമാറ്റവും അതെല്ലാവർക്കും അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. എന്നാൽ മാജിയുമ്മയുടെ അവസ്ഥകൾ ആലോചിച്ചപ്പോൾ ഷാമിലിന് സന്തോഷം വന്നു. റബ്ബേ, എന്തായാലും അവർക്കൊരു ജീവിതം കൊടുക്കുവാൻ കഴിഞ്ഞല്ലോ. എന്തായാലും മാജിദക്ക് നൽകിയ സ്വർണം, എൻ്റെ മേഡം എനിക്ക് അയച്ചു തന്ന ക്യാഷ്, അതെല്ലാം കൃത്യസമയത്തായതുകൊണ്ട് അത് വളരെയധികം ഉപകാരമായി. ശരിക്കും അതെ, മാജിത്തക്ക് ഒരു മണവാട്ടി ഇതുവരെ ആകാത്ത മാജിയുമ്മ, അതെ അവർക്ക് ശരിക്കും നല്ല രീതിയിൽ മണവാട്ടി ചമഞ്ഞ് സ്വർണ്ണാഭരണങ്ങളെല്ലാം അണിഞ്ഞ് എൻ്റെ പിതാവിൻ്റെ അരികിലേക്ക് പോകുവാനുള്ള ഭാഗ്യം ഉണ്ടാക്കി കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞു. അൽഹംദുലില്ലാ. ഇനി അവരുടെ നല്ല ദാമ്പത്യ ജീവിതം നന്നായി ഉണ്ടാവട്ടെ. ആ രാത്രിയിൽ ഷാമിൽ ഓരോന്ന് ആലോചിച്ചു. എന്നാൽ മറുഭാഗത്ത് അവൻ്റെ ഹൃദയം പൊട്ടിപ്പൊളിയുന്ന വേദനയായിരുന്നു. കാര്യം മറ്റൊന്നുമല്ല, തൻ്റെ പ്രിയപ്പെട്ട ബുഷി പറഞ്ഞ കാര്യം, ബുഷി എന്നോട് പറഞ്ഞ കാര്യം ആലോചിച്ചിട്ട് അവൻ്റെ നെഞ്ച് തകരുകയായിരുന്നു. ഉപ്പയുടെ നിക്കാഹിനൊക്കെ പങ്കെടുത്തു, ശരിയാണ്, സന്തോഷമാണ്. പക്ഷേ ഇടനെഞ്ചിൽ കനലെരിയുകയായിരുന്നു. മറ്റൊന്നുമല്ല, ബുഷിയുടെ കാര്യം ആലോചിച്ചിട്ട്. സത്യം പറഞ്ഞാൽ ബുഷി പറഞ്ഞത് സത്യമായിരിക്കുമോ? അതെ, അവനക്ക് അതിനുള്ള ശേഷിയൊന്നുമില്ലേ? റബ്ബേ പഠിച്ചോനെ. ഒരു നിമിഷം ഷാമിൽ ദുആ ചെയ്തു. അല്ലാഹുവേ, നിന്നെക്കൊണ്ട് കഴിയാത്തതായിട്ട് ഒന്നുമില്ലല്ലോ. അല്ലാ, നീ വിചാരിച്ചാൽ എല്ലാം നടക്കുമല്ലോ. ഒരിക്കൽ പോലും ഞാൻ അവരെ വേർപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നില്ല. അവർ സന്തോഷത്തോടു കൂടി സുഖത്തോടു കൂടി ഒരുമിച്ച് ജീവിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലാതെ ഒരിക്കൽ പോലും അവരുടെ ജീവിതം തകരരുത്. പക്ഷേ അവരുടെ ജീവിതം തകർക്കാൻ, അവളെ തട്ടിയെടുക്കാൻ ഒരു കഴുകൻ വട്ടമിട്ട് പറക്കുന്നുണ്ട്. ആ ഒരു ടെൻഷനും എനിക്ക് നല്ല രീതിയിലുണ്ട്. എന്നാലും എൻ്റെ ബുഷി, നീ ഇത്ര ദിവസം നിൻ്റെ വീട്ടുകാരോടൊന്നും പറയാതെ നീ ഇതെങ്ങനെ പിടിച്ചു വെച്ചു? ഒരു പക്ഷേ വിവാഹത്തിൻ്റെ ആദ്യ നാളുകളിൽ തന്നെ ഇതറിയുകയാണെങ്കിൽ എങ്ങനെയെങ്കിലും ഉപേക്ഷിച്ച് പോരാമായിരുന്നു. പക്ഷേ ഇതിപ്പോൾ ഇത്ര മാസമായിട്ടും പാവം ആ പെണ്ണിതെല്ലാം സഹിച്ച് ക്ഷമിച്ച് പിടിച്ചു നിന്നു. എന്ത് ചെയ്യാൻ? ഇപ്പോഴത്തെ പെൺകുട്ടികളൊക്കെ അതിന് കിട്ടുമോ? ഇപ്പോഴത്തെ പെൺകുട്ടികൾക്കെല്ലാം അറിയുന്നത് കൊണ്ട് തന്നെ അവർ ഒരിക്കൽ പോലും അതിന് കൂട്ടു നിൽക്കില്ല. എന്നാൽ ഇതങ്ങനെയല്ലായിരുന്നു. പാവൻ്റെ ബുഷി, അവൻക്ക് അവളെക്കുറിച്ച് ഓർത്തപ്പോൾ വല്ലാത്ത വിഷമം തോന്നി. അവൾ അയച്ച മെസ്സേജുകൾ അവൻ നോക്കി. ശരിക്കും എന്തൊക്കെയോ ഭയമുണ്ട് അവൾക്ക്. എന്തായിരിക്കും സ്ഥിതി? അവളുടെ സ്ഥിതിഗതികൾ എന്തായിരിക്കും? അവൻക്ക് സമാധാനമില്ലായിരുന്നു. അവൻക്ക് വല്ലാത്ത വിഷമമായിരുന്നു. എന്നാൽ ഈ സമയം അതാ മാജിത്തയും ഉപ്പയും അവരുടെ സന്തോഷ നിമിഷങ്ങളിലൂടെ കഴിഞ്ഞു പോവുകയാണ്. എന്നാൽ ആ പിതാവിന് ആ ഒരു വിഷമമുണ്ടായിരുന്നു. കാര്യം മറ്റൊന്നുമല്ല, വീട്ടിലെ ജോലിക്കാരി അവരെ എങ്ങനെ പറഞ്ഞു വിടും എന്നോർത്ത്. കാരണം അവരെല്ലാം ചെയ്യുന്നവരായിരുന്നു. തൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക് ഉമ്മയായിരുന്നു. എല്ലാം ആരും ഒന്നും പറയാതെ എല്ലാ ജോലികളും വളരെയധികം വൃത്തിയും വെടുപ്പോടും കൂടി ഈ വീട് തന്നെ സ്വർഗമാക്കിയത് അവരാണ്. അവരെ പറഞ്ഞു വിടുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ശരിക്കും വിഷമം തോന്നി. എന്നാൽ ആ പിതാവ് പറഞ്ഞു, അതെ, ഞാൻ ഒരു കാര്യം പറയാം. അതായത് വീട്ടിൽ നിൽക്കുന്ന ആ സ്ത്രീ, അവർ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കുന്നതാണ്. അതുകൊണ്ട് അവരവിടെ കഴിഞ്ഞോട്ടെ. അവർക്കുള്ള പൈസ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കൊടുക്കാം, എന്തൊക്കെ തന്നെയായാലും. എന്നാൽ ഒരു നിമിഷം മാജിത്ത പറഞ്ഞു, എന്തിനാണ് അതിൻ്റെ ആവശ്യം? ഞാൻ ഉണ്ടാകുമ്പോൾ ആ ഒരു സ്ത്രീയുടെ ആവശ്യം അവിടെ ഇല്ലല്ലോ. മാജി, നീ എന്തേ പറയുന്നത്? അല്ലേ, ഞാൻ തന്നെ ഈ വീട്ടിൽ എനിക്കെടുക്കാനുള്ള പണിയേ ഉള്ളൂ. അല്ലാതെ ഇവിടെ നല്ല പുതിയ വീടല്ലേ, ഇവിടെ ഇപ്പോൾ എന്താ ഉള്ളത്?
ഒന്നുമില്ല, എല്ലാത്തിനും സൗകര്യങ്ങളും കാര്യങ്ങളും ഉള്ള സ്ഥിതിക്ക് ഒരു വേലക്കാരിയെ വീട്ടിൽ വെറുതെ നിർത്തുക എന്നുള്ളത് അതിപ്പോൾ നടക്കുന്ന കാര്യമാണോ? നടക്കുന്ന കാര്യം എന്നല്ല, പിന്നെ എനിക്ക് എന്താ ഇവിടെ പണിയുണ്ടാകുക? അതെ, അതൊന്നും വേണ്ട. അവരെ പറഞ്ഞു വിടാം. അവരെ പറഞ്ഞു വിട്ടിട്ട് നമുക്ക് നല്ല രീതിയിൽ ഇവിടെ ജീവിക്കാം. അതല്ല നല്ലത്. മാജി, നിൻ്റെ സ്വഭാവം എന്താ മാറുന്നുണ്ടോ? ഇങ്ങനെയല്ലായിരുന്നല്ലോ നീ. അതിനെന്താ, പിന്നെ ചില കാര്യങ്ങൾ അങ്ങനെ നമ്മൾ ചിന്തിക്കണ്ടേ? അങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരുന്നു. എന്നാൽ മാജിയുടെ ഇഷ്ടത്തിന് ഉപ്പ പറയുകയാണ്, മാജി, ഞാനൊന്നും പറയുന്നില്ല. ഇനിയിപ്പോൾ അവരിവിടെ ജോലിക്ക് ഇവിടെ നിന്ന് പിരിച്ചു വിടുകയാണെങ്കിലും പറ്റുമെങ്കിൽ അവർക്ക് നമുക്കൊരു വീട് വെച്ച് കൊടുക്കാം, അല്ലേ? വീട് വെച്ച് കൊടുത്ത് അവർക്കുള്ള ചെലവിനുള്ള ഒരു വിഹിതം നമുക്ക് കൊടുക്കാം. അതായിരിക്കും നല്ലത്. എന്നാൽ മാജിത്ത് ചോദിച്ചു, അല്ലേക്ക, അതൊക്കെ ഇപ്പോൾ കഴിയോ നിങ്ങളെ കൊണ്ട്? അല്ല, പിന്നെ എന്ത് ചെയ്യും? പാവമല്ലേ അവർ. നമ്മൾ ഒന്നും വേദനിപ്പിക്കാനും വിഷമിപ്പിക്കാനും പാടില്ലല്ലോ. നമ്മൾ ഒരിക്കൽ പോലും അങ്ങനെ ചിന്തിക്കരുതല്ലോ. ആയിക്കോട്ടെ ഇക്ക, നിങ്ങൾ പറയുന്നതിനനുസരിച്ച് ചെയ്യാം. വേറൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങളുടെ ഇഷ്ടത്തിന് അനുസരിച്ച്. മാജി, നിനക്ക് വിഷമാവും അത്. എന്ത് വിഷമക്ക? പാവങ്ങളെ സഹായിക്കണം. അതെ, പാവങ്ങൾക്ക് ഹെൽപ്പ് ചെയ്താലല്ലേ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നല്ലത് വരൂ. ആ ഒരു ചിന്താഗതിയാണ് എനിക്കുള്ളത്. അല്ലാതെ ശരിയാണ്, എനിക്കറിയാം നിൻ്റെ മനസ്സ്. എന്നാലും നീ എന്നെ ഇങ്ങനെ... എൻ്റെ ഇക്ക, ഞാനെന്തേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോറി കേട്ടോ. പാവമാണ്, അവർ സംരക്ഷിക്കണം അല്ലേ? അതായിരിക്കും നല്ലത്. എന്നാൽ ആ പിതാവിന് അത് കേട്ടപ്പോൾ സന്തോഷമായി. അദ്ദേഹത്തിൻ്റെ മുഖം പ്രകാശിച്ചപ്പോൾ അവർക്ക് സമാധാനമായി. പാവമാണ്, ഒരുപാട് വിഷമിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ജീവിതം ഒരിക്കൽ പോലും ഞാൻ വിഷമിപ്പിക്കില്ല എന്ന് അവൾ മനസ്സിൽ വിചാരിക്കുന്നു. എന്നാൽ ഈ സമയം ബുഷി എല്ലാത്തിനും സമ്മതിച്ചു കഴിഞ്ഞിരുന്നു. കാര്യം മറ്റൊന്നുമല്ല. ശരിക്കും ഡോക്ടർ അൻഷിഫ് പറഞ്ഞു, നീ എൻ്റെ ഭാര്യയാണ്. അതുകൊണ്ട് എൻ്റെ വാക്കുകൾ കേൾക്കാൻ നീ ബാധ്യസ്ഥയാണ്. അതുകൊണ്ട് എൻ്റെ കൂടെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നതനുസരിക്കണം. എന്നാൽ ഉമ്മയും പറഞ്ഞു, മോളെ, അവൻ പറഞ്ഞതനുസരിച്ചേക്ക്. അവൻ പറഞ്ഞല്ലോ ഡോക്ടർ സിനാൻ അങ്ങോട്ടൊന്നും വരുന്നില്ല എന്നുള്ള കാര്യം. അത് എന്തൊക്കെ തന്നെയായാലും മോനെ, മോൻ്റെ ഇഷ്ടത്തിന് നീ നിന്നോ കേട്ടോ. എങ്കിൽ മാത്രമേ നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ ഇപ്പോൾ അവനെ വെറുപ്പിച്ച് ദേഷ്യം പിടിപ്പിച്ചിട്ട് നിന്നിട്ടിപ്പോൾ എന്താ? ഉമ്മ, ഞാൻ അതിനനുസരിച്ചൊക്കെ നിന്നോളാം ഉമ്മ. അതെ, ഒരിക്കൽ പോലും സിനാൻ അങ്ങോട്ട് വരില്ല എന്നുള്ളൊരു ഉറപ്പ് കിട്ടിയാൽ മാത്രം മതി. ഇല്ല മോളെ, സിനാൻ അങ്ങോട്ടൊന്നും വരില്ല. അവന് വേറെ ഏതോ ഡ്യൂട്ടിയിൽ നിൽക്കുകയാണ്. അല്ലാതെ അപ്പോൾ അവനൊന്നും... അതെ, എൻ്റെ നമ്മുടെ മോൻ അൻഷിഫ് എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ഒരിക്കൽ പോലും സിനാൻ അറിയാത്ത ഹോസ്പിറ്റലാണ്. അതായത് അറിയുമായിരിക്കും, പക്ഷേ അവനും ഈ കാര്യമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്നതാണ് പറഞ്ഞത്. എന്നാൽ ബുഷി മനമില്ല മനസ്സോടുകൂടി അത് സമ്മതിച്ചിരുന്നു. അന്ന് രാത്രി അവൾ തൻ്റെ ഭർത്താവിനോട് ചോദിച്ചു, അതെ ഇക്ക, സത്യമായിട്ടും നിങ്ങൾ എന്നെ ചതിക്കുകയില്ലല്ലോ? എന്നാൽ അൻഷിഫ് അവളുടെ മുഖത്തേക്ക് നോക്കി, നീ ഒരു സംശയരോഗി തന്നെയാണ് അല്ലേ? നിനക്ക് എന്ത് സംശയം? അല്ലിക്ക, എനിക്ക് പേടിയാണ്, അതുകൊണ്ടാണ്. ബുഷി, എൻ്റെ കൂടെ നിനക്ക് ജീവിക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ തുറന്നു പറഞ്ഞോ. ഞാൻ ഒന്നിനും നിൽക്കുന്നില്ല. നിന്നെ ഞാനങ്ങ് വിട്ടുതരാം. നീ നിൻ്റെ ഇഷ്ടത്തിന് ആരുടെ കൂടെ ജീവിച്ചോ. ഒരിക്കൽ പോലും ഞാൻ നിന്നെ പിടിച്ചു വെക്കുന്നില്ല. ഇനി മടുത്തു. എൻ്റെ കയ്യിൽ നിനക്ക് എത്ര അടി കിട്ടി? എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു? അതേ, ഇങ്ങോട്ട് നോക്ക്. പെട്ടെന്ന് ആ ബെഡിനടിയിൽ നിന്ന് ഒരു ചൂരൽ വലിച്ചെടുത്തു അയാൾ. ഒരു നിമിഷം ബുഷിയുടെ മനസ്സൊന്ന് പിടഞ്ഞു. ഇതെന്തിനറിയോ? നീ അനുസരണക്കേട് കാണിക്കുമ്പോഴേ ഇതുകൊണ്ട് 2 തല്ല് തല്ലാൻ. അതിനു വേണ്ടി ഇതിൻ്റെ ചോട്ടിൽ വെച്ചതാണ്. ശരിക്കും ബുഷി വിചാരിച്ചു, റബ്ബേ, ഞാൻ എന്താ ഇയാളുടെ അടിമയോ എന്ന്. അത് കണ്ടപ്പോൾ ബുഷിയുടെ കണ്ണുകൾ നിറഞ്ഞു. എന്തിനു വേണ്ടിയിട്ടാ നിങ്ങൾ ഇതൊക്കെ? ഞാനെന്താ ഇവിടുത്തെ... ആഹാ, ഇപ്പം നിൻ്റെ നാവ് പൊങ്ങാൻ തുടങ്ങിയല്ലോ. മറ്റേ നീ മിണ്ടില്ലായിരുന്നു. ഇപ്പം നിൻ്റെ നാവൊക്കെ പൊങ്ങാൻ തുടങ്ങിയിട്ടുണ്ടല്ലേ? ഞാൻ പറയുന്നതിനനുസരിച്ച് നിനക്കാണെങ്കിൽ ഓക്കെ, നിൻ്റെ കൂടെ ജീവിക്കാം, അല്ലെങ്കിൽ നിനക്ക് പോകാം, ഇഷ്ടമുള്ളവരുടെ കൂടെ പോകാം, നോ പ്രോബ്ലം. ഞാനൊന്നും പറയുന്നില്ല. പക്ഷേ പിന്നീട്
ഒരിക്കൽ പോലും എൻ്റെ അടുത്തേക്ക് നീ വന്നു പോകരുത്. മനസ്സിലായല്ലോ? ഓക്കെ. എന്നാൽ അത് കേട്ടപ്പോൾ ബുഷി സങ്കടപ്പെട്ടു. അതെ, അദ്ദേഹം പറയുമ്പോൾ പോകാനൊക്കെ ഒരുങ്ങുന്നതാണ്. പക്ഷേ എന്തിന്? ഞാൻ ഇനി വീട്ടിലേക്ക് ചെന്ന് അവിടെ വേണ്ട, എന്തായാലും പേര് വരും രണ്ടാം കെട്ടുകാരി എന്നുള്ളത്. ഇനിയൊരു വിവാഹം അത് ഞാൻ ആലോചിക്കുന്നേ ഇല്ല. ഈ ഒരു വിവാഹ ജീവിതം തന്നെ കുടുങ്ങിപ്പോയി. നീ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതേ, നീ വെറുതെ ഇവിടെ മോങ്ങാൻ നിന്നാൽ ഇതാ ചൂരൽ കൊണ്ടേ നല്ലോണം തല്ല് കിട്ടും. അതെ, കാലിൻ്റെ തൊട ഞാൻ അടിച്ചു പൊളിക്കും. മനസ്സിലായല്ലോ? എന്നാൽ അവൾ വിതുമ്പി. നിങ്ങളെനിക്ക് സത്യം പറയൂ, എന്നോട് നിങ്ങൾ സത്യം പറയണം. ഒരിക്കൽ പോലും സിനാന ഹോസ്പിറ്റലിലേക്ക് വരില്ല എന്ന് നിങ്ങളെനിക്ക് വാക്ക് തന്നെങ്കിൽ മാത്രമേ ഞാൻ നിങ്ങളുടെ കൂടെ വരികയുള്ളൂ. ആ നിമിഷം അതാ അവൻ ചൂരൽ വലിച്ചൂരി. എന്താടി ഞാൻ എന്താ പറഞ്ഞാൽ നിനക്ക് വിശ്വാസമല്ലേ? ബുഷിയെ തല്ലാൻ തുടങ്ങി ചൂരൽ കൊണ്ട്. ശരിക്കും ബുഷി പൊളഞ്ഞു പോയി. ആ ആ എന്നെ തല്ലല്ലേ. ശരിക്കും അതാ ആ ചൂരൽ വടികൾ അവളുടെ കാലുകളിലും അവളുടെ കൈകളിലും തുടകളിലും അമർന്നു പൊങ്ങി. ശരിക്കും അവളുടെ വെളുത്തു തൊടുത്ത മനോഹരമായ കാലുകളിലെല്ലാം ആകെ തണറിട്ടു. ചുവന്നു തൊടുത്ത പാടുകൾ വല്ലാതെ വേദനിച്ചവൾക്ക്. പഠിച്ചോനെ, ഇത്രക്കും ക്രൂരനായോ ഇയാൾ? ഇതൊക്കെ ഇങ്ങനെയല്ലായിരുന്നു. എൻ്റെ അൻഷിഫ്ക്ക് ഇങ്ങനെയല്ലായിരുന്നു. പക്ഷെ ആരൊക്കെയോ ആക്കി മാറ്റി. അതാണ് സത്യം. അവൾക്ക് വല്ലാത്ത വിഷമം തോന്നി. അവൾ ആ രാത്രി ആ റൂമിൽ നിന്നിറങ്ങി ആ കോണിപ്പടികളിൽ ഇരുന്നു കരഞ്ഞു. ഇങ്ങോട്ട് കയറി വായി, ഞാൻ കാണിച്ചു തരാം. നിനക്ക് ഞാൻ പറഞ്ഞാലൊന്നും വിശ്വാസമല്ല, വേറെ ആരും എന്തൊക്കെയോ പറഞ്ഞാലും നിനക്ക് വിശ്വാസം. അതെ ബുഷി, നിൻ്റെ കള്ളത്തരങ്ങളെല്ലാം എനിക്ക് നന്നായിട്ടറിയാം. പിന്നെ ഞാൻ വീണ്ടും ഒരു വിഡ്ഢിയെപ്പോലെ ഇവിടെ ഇങ്ങനെ നിർത്തുന്നത് എന്തിനാ? ഞാനൊരു പൊട്ടനായതുകൊണ്ടല്ലേ? അല്ലെങ്കിൽ ഞാൻ കഴിവ് കെട്ടവനാണ്, പൊട്ടനാണ്, അതുകൊണ്ടല്ലേ? അല്ലാതെ നിൻ്റെ പ്രവൃത്തിക്കൊക്കെ ഞാൻ എന്ത് ചെയ്യും? ബുഷി ഒന്നും ചിന്തിക്കാതെ അതാ അവിടെ ഇരുന്നു. അവൾ അകത്തേക്ക് കയറിയില്ല. അവൾക്ക് ഭയമായിരുന്നു. കാരണം അയാളുടെ സ്വഭാവത്തിൽ അധികം മാറ്റങ്ങൾ ദിവസം ദിവസം വന്നുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ തൻ്റെ ഭർത്താവ് പഴയ ആ സ്നേഹമുള്ള ആളല്ല, തികച്ചും മാറ്റം വന്നിരിക്കുന്നു. എന്തൊക്കെയോ ഒരു വാശി, ദേഷ്യം എന്നോട്, എനിക്കറിയുന്നില്ല. എന്നാൽ ബുഷി കോണിപ്പടികളിൽ ഇരിക്കുകയാണ്. അവൻ ഒരിക്കൽ പോലും അകത്തേക്ക് വിളിച്ചില്ല. നീ അവിടെ ഇരുന്ന് അങ്ങോട്ട് കരഞ്ഞോട്. ഒരിക്കൽ പോലും ഭർത്താവിൻ്റെ റൂമിലേക്ക് പോകാൻ തന്നെ അവൾക്ക് പേടിയായി. എന്നാൽ ഒരു തേങ്ങലിൻ്റെ ശബ്ദം അതാ ആ ഡൈനിങ് ഹാളിലേക്ക് പരന്നു. വല്ലാതെ വേദനിച്ചതിൻ്റെ ആ ഒരു തേങ്ങൽ. ഒരു നിമിഷം ഉമ്മ ഉണർന്നു. എന്താ അവിടെ ഒരു ഒച്ചപ്പാട്? ഉമ്മ വേഗം വന്ന് ഡൈനിങ് ഹാളിൽ ലൈറ്റ് ഇട്ടപ്പോൾ കണ്ട കാഴ്ച, ബുഷി കോണിപ്പടിയിൽ ഇരുന്ന് തേങ്ങുന്നു. മോളെ ബുഷി, എന്താ മോളെ? ഉമ്മ, ഒന്നുമില്ലമ്മ. ഇവിടെ വന്ന എന്താണ്? അന്നെ ഓൻ ഉപദ്രവിച്ചെങ്ങനെ ചെയ്തോ? ഓനിപ്പോൾ എന്തിൻ്റെ കേടാന്നാവോ? ഇപ്പോൾ കുറച്ച് ദിവസത്തേക്കാണ് തുടങ്ങിയിട്ട്. ഇവിടെ വന്നാ എന്ത് മോളെ? പഠിച്ചോനെ, ഇതെന്താ കൈകളിലൊക്കെ വെളുത്ത് ആകെപ്പാട് ചുവന്ന പാടുകൾ, ഇതെന്താ? എന്നാൽ അതാ അവളുടെ കൈകളിലും. പെട്ടെന്ന് ഉമ്മ കാലുകളിലേക്ക് നോക്കി. അവളുടെ ആ ഒരു ചുരിദാറിൻ്റെ പാൻറ് പതുക്കെ ഒന്ന് പൊക്കി നോക്കിയപ്പോൾ ശരിക്കും ആ ഉമ്മ കാലുകളിലേക്ക് നല്ലോണം അടിച്ച പാടുകൾ. മോളെ ഇതെന്താ? ഉമ്മ, അവൾ കണ്ണീരൊഴുക്കി. എന്നല്ലാതെ ഒരിക്കൽ പോലും ഭർത്താവിൻ്റെ കുറ്റം പറഞ്ഞില്ല. എന്നാൽ ഉമ്മ നേരെ കോണിപ്പടികൾ കയറിക്കൊണ്ട് അതാ അകത്തേക്ക് കയറുന്നു. എടാ, തുറക്കടാ വാതിൽ. എന്താ ഇത്? ആ പെണ്ണിനെ എന്താ കാട്ടിക്കണ്? ഉമ്മ, എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടോ, രണ്ടാളും കൂടെ. എനിക്ക് ഉറങ്ങണം, വേഗം പോയിക്കാണ് നിങ്ങൾ. എന്താടാ ഇത്? ഇത് എന്താ ഈ ഇത് എന്താണ് ഈ കുട്ടീനെ ഈ കാട്ടിക്കണത്? ഉമ്മ തേങ്ങുന്നുണ്ടായിരുന്നു. ഇതെന്താ ഈ കുട്ടീൻ്റെ കയ്യുമ്മലും കാലുമ്മലൊക്കെ? ഈ അടിച്ച് കാട്ടിയതാണോ? ഈ അടിച്ച് മുറിയാക്കിയതാണടാ? എന്താടാ അനക്ക് എന്തിൻ്റെ കേടാ ഈ കേട്ടോ? ഇതൊരു ബാപ്പയില്ലാത്ത കുട്ടിയാണ്, മനസ്സിലായല്ലോ? ബാപ്പയില്ലാത്ത കുട്ടി ആയതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് അന്വേഷിക്കാൻ ബാപ്പ വരാത്തത്. ബാപ്പ ഉള്ളവരാണെങ്കിലേ ഇടയ്ക്കിടയ്ക്ക് മക്കളെ കാണാൻ വരും. എന്താ ഇടയ്ക്കിടയ്ക്ക് ഓളെ അന്വേഷിക്കാൻ ആൾ വരാത്തതുകൊണ്ടാണോ ഈ ഓളെ ഈ കോലം ഇടങ്ങാറാക്കിക്കണത്? മോനെ, പഠിച്ചവൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് കുറ്റം കിട്ടൂടാ, നോക്കിക്കോ.
ഈ എന്താണ് ആ കുട്ടീൻ്റെ കയ്യും കാലൊക്കെ കാണിച്ചു വെച്ചിക്കണ്? ആ കുട്ടി ഒരു പരാതി കൊടുത്താലേ അന്നെ പിടിച്ച് കൊണ്ടുപോകും ജയിലിക്ക്. ഈ കരുതിക്കോ എൻ്റെ പിരാന്ത്. അല്ല പിന്നെ മോളെ ബുഷിയെ, ഉമ്മ. അവൾ താഴെ തന്നെ നിന്നു. മോളെ ഇങ്ങോട്ട് കയറി വന്നാ വേണ്ടുമ്മ, ഞാനിവിടെ നിന്നോളാം. എന്നാൽ അൻഷിഫ് പറയുന്നു അവൾക്ക് കുറച്ച് സംശയം കൂടുതലാണ്. എന്ത് പറഞ്ഞാലും എന്ത് ചോദിച്ചാലും അങ്ങനെ ആയിരിക്കുമോ? അവനുണ്ടാവോ? മറ്റവനുണ്ടാവോ? മറിച്ചവനുണ്ടോ? 100 ക്വസ്റ്റ്യൻസ്. എനിക്കത് കേൾക്കുന്ന ദേഷ്യമാണ്. ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ചൂരിൽ കൊണ്ടുവന്ന് വെച്ചത്. ഇടയ്ക്കുള്ളൊരു സ്വഭാവം ഉണ്ടല്ലോ, മനുഷ്യരെ മറ്റേ ഒരു രീതിയിലാക്കുന്ന സ്വഭാവം. അന്ന് ഹോസ്പിറ്റലിലേക്ക് പോയി എല്ലാം സെറ്റാക്കി പോയതാണ്. പോകാൻ വേണ്ടി നിന്നപ്പോൾ വാക്ക് മാറി. ഇപ്പോൾ ദേ ഈ ഹോസ്പിറ്റലിൽ ഞാൻ പറഞ്ഞൊക്കെ റെഡിയാക്കി വെച്ചപ്പോൾ ഇപ്പോൾ അവൾക്ക് സംശയം. മറ്റവന് വരുമോ? അങ്ങനെയാണോ ഇങ്ങനെയാണോ? ദേഷ്യം പിടിച്ചിട്ട് ചൂരലുകൊണ്ട് നല്ലോണം വീശി അവളെ മേത്തുക. അതിന് തന്നെ അതാ ഒന്ന് മാത്രമല്ല 2-3 ഞാൻ വാങ്ങി വെച്ചേക്കണ്. ഒക്കെ അവളെ തല്ലാനുള്ളതാണ്, അല്ലാതെ ഒരിക്കലും കാണാനല്ല. എടാ, ആ പെണ്ണെങ്ങാനും കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ പെടുട്ടോ. ഇപ്പോഴത്തെ നിയമം എനിക്കറിയില്ല. വെറുതെ പെൺകുട്ടികളെ പേടിപ്പിക്കാനൊന്നും പറ്റൂല. ഈ ആള് തിരക്കിടില്ലല്ലോ. ഞാൻ എന്നെക്കൊണ്ട് എൻ്റെ മോനെ അങ്ങനെ എങ്ങനെ ഒറ്റപ്പെടും. അത് തന്നെ അവളെ കെട്ടിച്ച് നല്ലൊരു പെൺകുട്ടിനെയും കിട്ടി. ഇങ്ങോട്ട് പറ്റി മറ്റവൻ്റെ കൂട്ടത്തിൽ കൂടിയിട്ട് കേട് വന്നിക്കണല്ലേ. എൻ്റെ കൂട്ടുകെട്ട് ശരിയല്ല. ആ സിനാൻ ഡോക്ടറെ എനിക്കത്ര വിശ്വാസം പോരാ. എൻ്റെ മോള് പറഞ്ഞ പോലെ തന്നെ ഓൾക്ക് പറഞ്ഞു എനിക്ക് പേടിയാണെന്ന് അവള് പറഞ്ഞത്. പിന്നെ എന്തിനാ ഓളെ വാക്ക് കേൾക്കാൻ നിൽക്കണേ? അതെ ഉമ്മ, നിങ്ങൾക്കറിയില്ല ഓൾക്കൊരു കാമുകണ്ട്. അവനുമായിട്ടാണ് ഓളെ കളികൾ മുഴുവനും. എന്നിട്ട് ഇന്നെ പൊട്ടനാക്കുക. എന്നിട്ട് ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ എനിക്കെതിരെ. എടാ, അങ്ങനെ ഉണ്ടെങ്കിൽ എന്താ? അത് കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ. കഴിഞ്ഞു പോയ കാര്യങ്ങൾ. ഓള് ഇപ്പോഴും കൂടി അവനോട് ചാറ്റിംഗ് ആണ്. മോളെ, നീ അവനോട് ഇപ്പോഴും ചാറ്റിങ്ങിനും നിനക്ക് നിൽക്കലുണ്ടോ? അവൾ ഒരു നിമിഷം ഉമ്മയുടെ മുഖത്തേക്ക് നോക്കി. ഉമ്മ, അതിനല്ല ഒരിക്കലും. മോളെ, നല്ല രീതിയിൽ നല്ല മട്ടത്തിൽ നിങ്ങൾ നിൽക്കണേ നിന്നോളി. ഞാനാണ് ഇതിന് നേതൃത്വം നൽകിയത്. അല്ല അൻഷിഫേ, ഞാനോടൊരു കാര്യം ചോദിക്കട്ടെ. ഈ പെണ്ണിനെ ഈ കോലം തല്ലുകയാണെങ്കിൽ ഓൾക്ക് ഇഷ്ടപ്പെട്ട ആളെ കൊണ്ട് ഞാനത് കെട്ടിച്ചു കൊടുക്കുവോളെ. എന്താ? എന്നാൽ അത് കേട്ട അൻഷിഫിന് ദേഷ്യം കനത്തു. ഉമ്മ, നിങ്ങൾ രണ്ടാൾ പിന്നെ പുറത്താക്കാണ്. നിങ്ങളൊക്കെ ഒന്നാകുക അല്ലേ അവളുടെ കാമുകനുമായിട്ട്? എന്താ നിങ്ങൾ കെട്ടിച്ചു കൊടുക്കാൻ നിൽക്കുന്നുണ്ടോ? എന്നാണ് കെട്ടിച്ചു കൊടുത്തൂടെ? എനിക്ക് ഒന്ന് കണ്ട് ചിരിക്കണം. അതാ വേണ്ടത്. ഷാമിൽ, വേണമെന്നുണ്ട് അത് ഞാൻ ചെയ്യും. നീ അവളെ ഇനിയും ഉപദ്രവിക്കുകയാണെങ്കിൽ നിൻ്റെ അടുത്ത് നിർത്തൂല കേട്ടോ. ഇതെൻ്റെ പെറ്റ തള്ളേ ഞാൻ പറയണത്. ഒരിക്കൽ പോലും അങ്ങനെ ചെയ്യാൻ പാടില്ല. നീ എന്ത് സ്വഭാവക്കാരനാണിത്? ഹയ്യേ, പറ്റ മോശം സ്വഭാവം. ഓൻ്റെ ഒരു സ്വഭാവം കണ്ടില്ലേ? ഇഞ്ഞെങ്ങനെ ഓളെ മേത്ത് ഈ കൈ വെക്ക്, ഞാൻ ബാക്കി പറഞ്ഞിട്ടുണ്ട്. ഉമ്മ താഴേക്ക് ഇറങ്ങിപ്പോയി. മോളെ ബുഷിയെ വാ, കുറച്ച് നല്ല തണുത്ത ഐസിൻ്റെ വെള്ളം കൊണ്ടൊന്ന് ഒപ്പിത്തരാം. പഠിച്ചവനെ എന്താണ് ദഹിക്കണ റബ്ബേ. നല്ലോണം തല്ലി ചതച്ചിക്കണോളെ. ഇത് റബ്ബേ, ഇങ്ങനെയൊക്കെ ആ ഒരു ചോറിലോണ്ടൊക്കെ എന്ത് ചെക്കന് പിരാന്തേക്കും. അല്ലാത്തൊരു പുതുമ. ഉമ്മ വേണ്ട ഉമ്മ, വേദനയൊന്നുമില്ല. വേദന ഉണ്ടോ ഇല്ലയെന്ന് എനിക്കറിയാം. പലയിടത്തും ചോര പൊട്ടിയിട്ടുണ്ട് കുട്ടീൻ്റെ കാൽമേൽ. ശരിക്കും ആ ഉമ്മാക്ക് വല്ലാത്ത സങ്കടം തോന്നി. ബുഷി ആ രീതിയിൽ അവളുടെ മനോഹരമായ വെളുത്ത കൈകാലുകളിലൊക്കെ അത് ചുവന്നു തൊടുത്ത പാടുകൾ. ഉമ്മ ഐസ് വെള്ളമെടുത്ത് അവൾക്ക് പതുക്കെ അത് ഒപ്പിക്കൊടുത്തു. മോളെ മോളെ മോൾ ക്ഷമിക്കണം കേട്ടോ. ഓന് പിരാന്തേക്കും ചങ്ങായിക്ക്. ഞാൻ പെറ്റ മോനാണല്ലോ. എന്താ റബ്ബേ ഇങ്ങനെയൊക്കെ? അതൊക്കെ മറ്റവൻ്റെ കൂട്ടുകെട്ട് പെട്ടായതാണ്. അല്ല, എൻ്റെ കുട്ടി അങ്ങനല്ലായിരുന്നു. എൻ്റെ കുട്ടി എന്തൊരു നല്ല മോനായിരുന്നു. എന്നോട് ചാടുകയാണിപ്പേ. നിങ്ങൾ രണ്ടാളും ഒന്നാണ്, നിങ്ങൾ രണ്ടാളും സെറ്റാണ്, ഞാൻ പുറത്താണ്. എന്താ ഓൻ്റെ മനസ്സിനാവും? റബ്ബേ, മോള് വിഷമിക്കണ്ട. മോള് 2 ദിവസം വീട്ടിൽ പോയി നിന്നോ കേട്ടോ. ഉമ്മ, ഇതുമായി പോയാൽ അത് ശരി. എന്നാൽ മോളെ ഈ ഒരു തണറിട്ടതൊക്കെ മാറിയിട്ടേ കൈകാലുകളിലൊക്കെ ഈ മുറിവൊക്കെ മാറിയിട്ട് 2 ദിവസം പോയി നോ കേട്ടോ. മോളെ, സത്യം പറഞ്ഞാൽ എനിക്ക് വിഷമമുണ്ട് എൻ്റെ കാര്യത്തിൽ. ഞാൻ എൻ്റെ മോനക്ക് വേണ്ടിയിട്ട് എന്നെ കണ്ടെത്തി കൊടുത്ത് നിനക്ക് വേണ്ടിയിട്ട് അവനക്ക് സുഖസുന്ദരമായി ജീവിച്ചോട്ടെ വിചാരിച്ച് നിന്നെ കണ്ടെത്തി കൊടുത്ത്. എന്നാൽ നല്ല രീതിയിൽ ജീവിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇതിപ്പോൾ അവനെങ്ങനെയൊക്കെ ഉപദ്രവിക്കാൻ വിചാരിച്ചാലോ? ഉമ്മ, അത് സാരമില്ല ഉമ്മ. പിന്നെ അതൊക്കെ റെഡി ആയിക്കോളും. അല്ലെങ്കിലും അൻഷിഫ് ഖാന് ദേഷ്യം ഇപ്പം മാറിയിട്ടുണ്ടാവും.
ദേഷ്യം പിടിച്ചാൽ കിട്ടൂല, പിന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കും. മോളെ അതൊക്കെ ശരി തന്നെയാണ്, ഓൻ്റെ സ്വഭാവം അങ്ങനെ തന്നെ. ഇപ്പോൾ മറന്നിട്ടുണ്ടാവും, ഒപ്പം എന്നോട് നല്ല സ്വഭാവം ചിരിയും കളിയേക്കാരം. അങ്ങനെ ആയിരിക്കും. ദേഷ്യം പിടിച്ചാൽ അവനെ പിടിച്ചാൽ കിട്ടൂല. അങ്ങനെ പറ്റൂലല്ലോ. നമ്മൾ പുറത്തുനിന്ന് കയറി വന്ന പെൺകുട്ടികളെ നമ്മൾ എങ്ങനെ ഉപദ്രവിക്കല, പലയിടത്തുണ്ട് ഈ സ്വഭാവം. മരുമക്കളിട്ട് കിടങ്ങാറാക്കുക, അമ്മായിമ്മമാരും നാത്തുമാരും എല്ലാവരും കൂടി ഇട്ട് ഇടങ്ങാറാക്കുക ആ പെണ്ണിനെ. അതേപോലെയാണല്ലോ മോളെ, ഇനി ഞാൻ കൊടുക്കൂല കേട്ടോ അവനെ. ഉമ്മ അത് സാരിലിക്കാൻ്റെ ഇതൊക്കെ മാറിയിട്ടുണ്ടാവും. എന്നാൽ തൽക്കാലം ഇന്ന് ഇനി മോളാണ് കയറിപ്പോണ്ട, ഇന്ന് ഇവിടെ എൻ്റെ അടുത്ത് ഇവിടെ കിടന്നോ. വേണ്ടുമ്മ, ഞാനിവിടെ ഇരുന്നോളാം. എന്താ മോളെ നീ പറയണത്? ഉമ്മ പെട്ടെന്ന് അതാ നേരെ അൻഷിഫിൻ്റെ റൂമിലേക്ക് ചെന്നു. എടാ എനിക്ക് പെണ്ണൊന്നും വേണ്ടേ? അല്ല ഇജിവിടെ പൊയച്ചുമ്പോൾ ഇവിടെ കിടക്കുക? ആ പെണ്ണിനെ കൈ പിടിച്ച് കയറ്റി കൊണ്ടേക്കാജി. എന്താ ഈ നല്ല സാധനമാണല്ലോ. എൻ്റെ റബ്ബേ, ആ കുട്ടിനെ ഉമ്മ ഇനി മിണ്ടണ്ട. എൻ്റെ ദേഷ്യത്തിന് ഞാൻ എന്തെങ്കിലും ചെയ്യും. അവൾ എൻ്റെ പെണ്ണല്ലേ, എനിക്ക് അവളല്ല പിന്നെ ആരെ തല്ലാനുള്ളത്? ചില ആണുങ്ങൾക്കൊരു സ്വഭാവമുണ്ട്, കെട്ടിയ പെണ്ണാണെങ്കിൽ ഓല തല്ലിക്കൊല്ലാന്ന്. അതൊന്നും പറ്റൂല മോജി, ഇസ്ലാം ദീന് പഠിച്ചിട്ടില്ല, അതിൻ്റെ കേടാണത്. ഒരു വടി കൊണ്ട് പോലും ഒരു പെണ്ണിനും അടിക്കരുത് എന്നാണ്. ഇനിയിപ്പോൾ അഥവാ തീരെ പറഞ്ഞത് കേൾക്കണില്ല എന്നുണ്ടെങ്കിൽ മാത്രം മുറിയാകാത്ത രീതിയിൽ പതുക്കെ അടിക്കുക എന്നാണ്. അല്ലാതെ ഒരിക്കൽ പോലും പെണ്ണുങ്ങളെ ഉപദ്രവിക്കാനോ ഒന്നും ഇവിടെ പറയുന്നില്ല. കാരണം പ്രത്യേകിച്ച് ഇസ്ലാമിൽ ഒന്നും പാടില്ല. ഈ മുസ്ലിമല്ലടാ, നിനക്ക് തീരെ അന്തും മതിയും ബുദ്ധിയില്ലേ? നിങ്ങളിൽ ഏറ്റവും നല്ല ആളെ നിങ്ങളുടെ ഭാര്യമാരോട് നന്നായി പെരുമാറുന്നവരാണെന്നാണ് പ്രവാചക വചനം. അത് മറക്കണ്ട. എൻ്റെ ഭാര്യയോട് നന്നായിട്ടാണ് പെരുമാറുന്നത്. ആരുടെയൊക്കെ വാക്ക് കേട്ട് ഓനെങ്ങനെ വന്നോളെ ഉപദ്രവിക്കുക? ഉമ്മ അല്പം സമാധാനം തരുമോ? ഒന്നുറങ്ങിക്കോട്ടെ. സമാധാനം എന്താന്നില്ല, കുട്ടീനെ ഇടങ്ങാറാക്കിയിട്ട് വല്ലാത്ത സംഭവമായിപ്പോയത്. മോളെ ബുഷി, മോൾ റൂമിൽ പോയി കിടന്നോ. ഉമ്മ വേണ്ടുമ്മ, ഞാനിവിടെ എവിടെയെങ്കിലും. എന്നാൽ അന്ന് ബുഷി കിടന്നത് അതാ ഉമ്മയുടെ കൂടെയായിരുന്നു. ഉമ്മയോട് അവൾ പറഞ്ഞു, ഉമ്മ ഒരു പായൽ ഞാൻ ഇവിടെ താഴെ കിടന്നോളാം. അല്ല മോളെ, ഈ കട്ടുമ്പോൾ തന്നെ സ്ഥലമുണ്ട്, ഈ കയറി ഇവിടെ കിടന്ന. മോളെ സാരല്ല കേട്ടോ, ഓൻ്റെ ബുദ്ധിമോശം കൊണ്ടാണ്. എന്താ ഞാൻ ചെയ്യാൻ എനിക്കറിയില്ല. ശരിക്കും ആ ഉമ്മാക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ സംഭവിച്ചതിൽ. എന്നാൽ ഈ സമയം അൻഷിഫ് കുറ്റബോധം കൊണ്ട് അവിടെ റൂമിൽ കരഞ്ഞു തുടങ്ങിയിരുന്നു. ബുഷിയെ നന്നായി ഉപദ്രവിച്ചു. അതായത് ബുഷിയുടെ ചോദ്യം പറ്റിയില്ല, അവിടെ സിനാനെങ്ങാനും ഉണ്ടാകുമോ എന്നുള്ള അത്രക്കും വിലപിടിപ്പുള്ള ടെസ്റ്റുകൾ, അതിനുള്ള ബുക്കിങ് കാര്യങ്ങൾ, നല്ല സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, നല്ല ഡോക്ടർ എല്ലാം സെറ്റാക്കി. ഒരു ദിവസം അങ്ങനെ സെറ്റാക്കിയപ്പോൾ അവൾ നൈസായിട്ട് അന്നും ഇല്ലെന്ന് പറഞ്ഞു. എന്നാൽ ഇപ്പോഴും വീണ്ടും അങ്ങനെ പറഞ്ഞപ്പോൾ അവളുടെ ചോദ്യം അതാണ്, സിനാൻ വരുമോ എന്ന്. എന്താന്നില്ലേ, ദേഷ്യം മരിച്ചു കയറിയപ്പോഴാണ് ഞാൻ അവളെ തല്ലിയത് നല്ലോണം. വേണ്ടില്ലായിരുന്നു. ശരിക്കും അൻഷിഫ് അതാ കണ്ണീരൊഴുക്കി. അവൾ കൂട്ടിക്കൊണ്ടുവന്നാലോ എന്നിവരെ തോന്നിപ്പോയി. അങ്ങനെ അതാ അൻഷിഫ് താഴേക്ക് ഇറങ്ങുകയാണ്. ബുഷി ഉമ്മയുടെ റൂമിലായിരിക്കും എന്നവൾക്ക് മനസ്സിലായി. ഉമ്മ ഉണർന്നു. എന്താടാ, എനിക്ക് ഉറക്കമൊന്നുമില്ലേ? ബുഷി, അവൾ ഉറങ്ങിക്കണ്, ആ സാധ അവിടെ കിടക്കട്ടെ. ഞാൻ അവളുടെ ആ മുറിവിലൊക്കെ ചെറുതായിട്ട് വെളിച്ചെണ്ണയൊക്കെ ഒന്ന് പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഉമ്മ, വെളിച്ചെണ്ണയോ? അതൊക്കെ പുരട്ടി ഏറൂലേ? അതിനുള്ള മെഡിസിൻ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ പുരട്ടി കൊടുത്തോളാം. വേണ്ട, പോ അവിടുന്ന്. അത്രയും അവളെ തല്ലി ചതച്ചിട്ട് ഓനോളെ കൊണ്ടാകാൻ വന്നിക്കണം. എന്താണ് എനിക്ക് ഒറ്റയ്ക്ക് കിടന്നിട്ട് പേടിയാണ്ടോ? അതന്നെ ഞാൻ പറഞ്ഞത്, എനിക്കൊരു ആളായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ അനക്കോളെ തല്ലി കൊല്ലണം, കൊല്ലാക്കൊല ചെയ്യണം. ബാപ്പയില്ലാത്ത കുട്ടിയാണ് കേട്ടോ, അജ് മറക്കണ്ട. കുരുത്തക്കേട് തട്ടും എനിക്ക്. എന്താന്നില്ലേ? എന്നാൽ അൻഷിഫ് സങ്കടത്തോടെ പറഞ്ഞു, ഉമ്മ ക്ഷമിക്കണം, ഓളോട് പറയണം, എനിക്ക് അപ്പോഴത്തെ ദേഷ്യത്തിന് എന്തൊക്കെയായിപ്പോയി. എടാ, അപ്പോഴത്തെ ദേഷ്യത്തിന് ഓരോന്ന് കാട്ടിക്കൂട്ടില്ല, മനുഷ്യൻ്റെ മേത്തല്ല. എനിക്ക് അത്ര ദേഷ്യത്തിൻ്റെ ആ ചുമരിന് പോയി അടിച്ച്. ഈ ഒരു പാവം പെൺകുട്ടിയുടെ കൈകളിലും കാലുകളിലൊക്കെ ഇത്രമാത്രം വരയും കുറിയും ആക്കി വെച്ചില്ലടാ നീയെ. വീട്ടുകാരെ അറിയണ്ട, കേസെങ്ങാനും കൊടുത്താൽ മോനെ അഴി എണ്ണേണ്ടി വരും കാലാകാലം. നോക്കിക്കോ. ഉമ്മ, ബുഷിയെ ഞാൻ വിളിച്ചോട്ടെ? എന്ത് കാര്യത്തിനാ എനിക്ക് ബുഷിനെ? ഒന്നുമില്ലമ്മ, എനിക്ക് ഓളെ കൂടെ നീ ഒന്ന് പോടാ.
ഇത്രയധികം അവളെ നീ ഉപദ്രവിച്ചിട്ടും അവളെ ഞാൻ വിട്ടു തരൂല. അവിടെ ഞാൻ 2 ദിവസം ഇവിടെ കിടക്കട്ടെ, അവളെ വീട്ടിൽ കൊണ്ടാക്കുകയാണ് ഞാൻ. ഇനി ഇവിടെ നിർത്തൂല എൻ്റെ അടുത്ത്. ഞാൻ മതി, എൻ്റെ അടുത്തൊക്കെ നിർത്തിയത് മതി. വീട്ടിൽ കൊണ്ടാക്കട്ടെ അവളെ. ആ മുറി ഒന്ന് മാറട്ടെ, എന്നിട്ട് കൊണ്ടാക്കണം, കുറച്ച് റെസ്റ്റ് എടുക്കാൻ പറയട്ടെ. ഇത് അടിയും തൊഴിയും കുത്തുമായിട്ട് ഇജ്ജ് എൻ്റെ ഇഷ്ടത്തിനോ എൻ്റെ കൂട്ടുകാരൻ സിനാൻ പറഞ്ഞ ഇഷ്ടത്തിനോ ഓരോന്നും ഇങ്ങനെ നിൽക്കും. എന്നിട്ടിപ്പോൾ നീ എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ടേ. ഉമ്മ അത് വേണ്ട, പോടാ, പോ. ഉമ്മ അപ്പോൾ തന്നെ അതാ വാതിൽ കുറ്റിയിട്ടു. കടക്കന്നെ വേണ്ടെങ്കിൽ എന്താന്നില്ലേ, ഓനങ്ങനെ തോന്നുമ്പോൾ അവളെ തല്ലുന്ന ചെണ്ടേ. ഉമ്മാക്ക് സമാധാനമില്ലായിരുന്നു. പഠിച്ചവനെ, ഞാനായിട്ടാണ് ഈ കുട്ടിൻ്റെ ജീവിതം നഷ്ടപ്പെടുത്തിയത്. എൻ്റെ മോനക്ക് വേണ്ടിയൊക്കെ കരുതി വെച്ചതിന് എന്താ ഇപ്പം ചെയ്യുക? പോനും ഇവിടെ ഉപദ്രവിക്കണേ. ഏതായാലും റബ്ബേ, പഠിച്ചവനെ ഹയറായൊരു വഴി നീ കാണിച്ചുണ്ട് റബ്ബേ. ഈ കുട്ടിക്ക് നല്ലൊരു ജീവിതം കൊടുക്കണം. ഞാനായിട്ടുള്ള ജീവിതം നഷ്ടപ്പെടുത്തിക്കണമെങ്കിൽ ഞാനായിട്ട് ആ ജീവിതം, ഒരു പുതിയ ജീവിതം കൊടുക്കണം. ശരിക്കും ആ ഉമ്മ മനസ്സിൽ വിചാരിച്ചു. എന്നാൽ പാവം നിഷ്കളങ്കയായ ബുഷി അത് അവളപ്പോഴും വേദന കൊണ്ട് ഉറങ്ങിക്കഴിഞ്ഞിരുന്നു. അവളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ആ ഉമ്മാക്ക് വല്ലാത്തൊരു വിഷമം തോന്നി. പഠിച്ചോനെ, ഈ കുട്ടിയെ ഇനിയും അവന് ഉപദ്രവിക്കാൻ തോന്നരുതേ അല്ലാ. ഒരു നിമിഷം അവർ ദുആ ചെയ്തു. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.